الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل وسلم وبارك عليه. ബാബു അസ വക്കാദ വഖറബ വഔശക. അസ, കാദ എന്നിവയെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. സാധ്യതയുണ്ട്, ആയേക്കാം എന്ന് ആണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ അഫ്ആലുൽ മുഖാറബ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അവാമില്. അപ്പം അത്തരം ഫീലുകളെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ രണ്ട് ഉദാഹരണം കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, അസാ സൈദുൻ അൻ യഫ്അല കദാ. അതുപോലെ മറ്റൊരു ഉദാഹരണം കാണിച്ചു തരാം. കാദ സൈദുൻ യഫ്അലു കദാ. രണ്ട് ഉദാഹരണമാണ്. ഒന്ന് അസാ സൈദുൻ അൻ യഫ്അല കദാ. രണ്ടാമത്തത് കാദ സൈദുൻ യഫ്അലു കദാ. ഇത് രണ്ടും തമ്മിൽ എന്താണ് ബന്ധം, എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് പറയും. ഫസ്റ്റത്തേല് തുടക്കത്തില് അസ, രണ്ടാമത്തേല് കാദ. പിന്നെ അത് ശരി, അതൊരു വ്യത്യാസം. പിന്നെ മറ്റൊരു വ്യത്യാസം, അത്രേ ഉള്ളൂ വ്യത്യാസം. ആ വ്യത്യാസമുള്ളൂ, വേറെ വ്യത്യാസമില്ല. വ്യത്യാസം അല്ല, സാമ്യത എന്താ ഉള്ളത്? വ്യത്യാസവും സാമ്യതയും ഞാൻ ചോദിച്ചു, രണ്ടും ചോദിച്ചു. കാശിഫ, ഒരു വ്യത്യാസവും ഒരു സാമ്യതയും കാണുന്നില്ല. ഈ ഉദാഹരണവും അസാ സൈദുൻ യഫ്അല കദ എന്നുള്ളവർത്തും കാദ സൈദുൻ യഫ്അലു കദ എന്നുള്ളവർത്തും വ്യത്യാസം കാണുന്നില്ല. ഫൈസ, ഓക്കെ. അസയില് അന്നുണ്ട്, കാതയിൽ എന്തില്ല, അന്നില്ല. അതൊരു വ്യത്യാസമാണ്. പിന്നെ സാമ്യത, രണ്ടോടത്തും അതെ അതെ, രണ്ട് സ്ഥലങ്ങളിലും സെയ്ദ് എന്നുള്ളത് റഫ് ആണ്. അസ വന്നപ്പോഴും കാദ വന്നപ്പോഴും സെയ്ദിനിക്ക് റഫ് തന്നെയാണ്. ഖബർ രണ്ടും മുലാരിയായ ഫീല വന്നിട്ടുള്ളത്. എഫ് അലു, ഒന്ന് ഐ എഫ് അല. ഒന്നിൽ അന്നു വന്നുകൊണ്ട് എഫ് അല എന്ന് വായിച്ചു, മറ്റേത് അന്നില്ലാത്തതുകൊണ്ട് എഫ് അലു എന്ന് വായിച്ചു. കഥ എന്നുള്ളത് അതിൻ്റെ മഫൂലാണ്. അത് നമ്മൾ
പ്രശ്നമാക്കണില്ല. അപ്പം ഇതൊന്നൊരു ഒരു വിഷയം, അസയും കാതയും ഇസ്മിനിക്ക് റഫ് ചെയ്യും. അതുപോലെ അതിൻ്റെ ഖബറിൽ എപ്പോഴും ഫീലുകളായിരിക്കും. ഈ പൊതുവായൊരു വിഷയത്തിലേക്ക് നമുക്കെത്താം. അസയിൽ ഫീലിൻ്റെ കൂടെ അന്നുണ്ടാവും, മുതാരിയായ ഫീൽ മുസ്തഖ്ബിലായ ഫീലിൻ്റെ കൂടെ അന്നുണ്ടാവും. കാതയിൽ അന്നുണ്ടാവുകയില്ല. മനസ്സിലായോ? ഓക്കെ ആണോ? എവിടെ പൈസ? ആ ഓക്കെ നിങ്ങൾ. അപ്പോൾ കാന ലൈസ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാനക്കൊരു ഇസ്മ ഉണ്ടാവും. ആ ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബും ചെയ്യും. കാനൻ്റെ ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബും ചെയ്യും. അതുപോലെ തന്നെയാണ് ഇത് അസയും കാതയും. അന്ന് പിന്നെ അത് അതിൻ്റെ വിഭാഗത്തിൽ എണ്ണിയാൽ പോരെ. പക്ഷേ അതിൻ്റെ വിഭാഗത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. കാനയുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഖബർ എപ്പോഴും മുസ്തഖ്ബിലായ ഫീലുകളായിരിക്കും. കാനൻ്റെ അങ്ങനെ അല്ലല്ലോ. മുസ്തഖ്ബിലായ ഫീലും വരും, മുഫ്രദായ ഇസ്മു വരും, ഒക്കെ വരും ഖബറായിട്ട്. ഇതിൻ്റെ മുസ്തഖ്ബിലായ ഫീല് മാത്രമേ വരും. അതുപോലെ അസക്ക് മുസ്തഖ്ബിലായ ഫീലിനോട് കൂടെ അന്നുണ്ടാവും. കാതക്ക് മുസ്തഖ്ബിലായ ഫീലിനോട് കൂടെ അന്ന് ഉണ്ടാവുകയില്ല. ഇത്രയാണ് വ്യത്യാസം. അപ്പോൾ അതാണ് ഞാൻ 2 ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തന്നെ. അസാ സൈദുൻ അൻ യഫ്അല കഥ എന്ന് പറയുമ്പോഴും കാത സൈദുൻ യഫ്അലു കഥ എന്ന് പറയുമ്പോഴും അർത്ഥം സെയിം തന്നെയാണ്. സൈദ് അത് പ്രവർത്തിക്കുന്നവനായേക്കാം. ഒന്നുകൂടി സിമ്പിളാക്കി പറഞ്ഞാൽ സൈദ് അത് പ്രവർത്തിച്ചേക്കാം, പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ അർത്ഥം. അപ്പം ഇപ്പോൾ പ്രവർത്തിച്ചിട്ടില്ല, ഇനി അത് ചെയ്യും, ഭാവിയിൽ ചെയ്യും. ഇങ്ങനെ നമ്മൾ പ്രയോഗിക്കുമ്പോൾ അസയും കാതയുമാണ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ അള്ളാഹുവിൻ്റെ കലാമിൽ അസ എന്ന സാധ്യത ഉണ്ട് എന്ന് പറയുമ്പോൾ അതങ്ങനെ പറയില്ല. അതിൻ്റെ അർത്ഥം ഉറപ്പായിട്ട് വരും. ഉറപ്പ് എന്നുള്ള അർത്ഥത്തിലേ വരിക. അസക്ക് ആയേക്കാം എന്നുള്ള അർത്ഥം നമ്മൾ ഖുർആനിൽ കൊടുക്കൂല. പൊതുവെ നമ്മൾ അസ എന്ന് ഉപയോഗിക്കുമ്പോൾ ഒരു സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട് എന്ന അർത്ഥത്തിനാണ് പറയുക. മനസ്സിലായോ? ക്ലിയർ ആയോ? എവിടെ ഫൈസ? ആരാ വന്നു? നിത വന്നോ? ശ്രദ്ധിക്കണേ. അപ്പൊ അസയെയും കാതയെയും കുറിച്ച് പറയുന്ന അധ്യായമാണ് ബാബു അസ വ കാത. നോക്കാം. വ അസ, അസ എന്നുള്ളത് യർഫഉൽ ഇസ്മ, ഇസ്മിനിക്ക് റഫ് ചെയ്യും. വയൻസിബുൽ ഖബറ, ഖബറിനിക്ക് നസ്ബും ചെയ്യും. ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബും ചെയ്യും. ഏതുപോലെ? മിഥില കാന വലൈസ, കാന ലൈസ എന്നിവ പോലെ. കാനയും ലൈസയും ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബും ചെയ്യും. അതുപോലെ അസയും ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് നസ്ബും ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? എവിടെ നിത? ഇല്ല പക്ഷേ, ഇല്ല പക്ഷേ. അന്ന ഖബറഹു, അസയുടെ ഖബർ, ലാ യകൂനു അതാവുന്നതല്ല, ഇല്ലാ ബി അൻ, അന്നിനോട് കൂടെയല്ലാതെ ആവൂല. അന്നിനോട് കൂടെ അല്ലാതെ ആവൂല. മഅൽ ഫിഇലിൽ മുസ്തഖ്ബിലി, മുസ്തഖ്ബിലായ ഫിഇലിനോടൊപ്പം അന്നിനോട് കൂടെയല്ലാതെ ആവൂല. ഇതാണ് കാനയിൽ നിന്നും ലൈസയിൽ നിന്നും അസക്കുള്ള വ്യത്യാസം. അല്ലെങ്കിൽ ഈ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ ആ കാനൻ്റെ
സഹോദരിമാരിൽ പെടുത്താമായിരുന്നു. അർത്ഥം ചേഞ്ച് ആവും, പക്ഷെ അതിൻ്റെ സഹോദരിമാരിൽ പെടുത്താമായിരുന്നു. ഒരേ അമലാണല്ലോ. ഇതിൻ്റെ ഖബർ, ഈ അസയുടെ ഖബർ ലാ യകൂനു അതാവുന്നതല്ല ഇല്ലാ ബി അൻ, അൻ എന്നതിനോടൊപ്പമല്ലാതെ. അൻ എന്ന മഅൽ ഫിഇലിൽ മുസ്തഖ്ബിൽ, മുസ്തഖ്ബിലായ ഫീലിനോട് കൂടെ. അപ്പോൾ മുസ്തഖ്ബിലായ ഒരു ഫീലെ അൻ പ്ലസ് അൻ, മുസ്തഖ്ബിലായ ഫീൽ പ്ലസ് അൻ എന്നത് മാത്രമേ അസയുടെ ഖബറാവുകയുള്ളൂ. കാനയുടെ അങ്ങനെയല്ല. കാനൻ്റെ ഖബർ മുഫ്രദാവും, ചിലപ്പോൾ ജുംലയാകും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എവിടെ ബാക്കിയുള്ളവരും? ഞാൻ പറ തഖൂലു, നീ പറയും അസാ സൈദുൻ അൻ യഫ്അല കദാ. കണ്ടോ, സെയ്ദ് ഇന്നാലിന്നത്, കഥ എന്ന് പറഞ്ഞാൽ ഇന്നത് എന്നർത്ഥം. ഇന്നത് പ്രവർത്തിച്ചേക്കാം, ഇത് പ്രവർത്തിച്ചേക്കാം. അപ്പോൾ നോക്കുക നമുക്ക്, ഫസൈദുൻ, സെയ്ദ് എന്നത് റഫ്ഉൻ, റഫ് വെക്കപ്പെട്ടതാണ്. ഇതിനൊക്കെ റഫാണല്ലോ, ലമ്മത്തുകൊണ്ട് റഫാണ്. ഇസ്മു അസ, അസയുടെ ഇസ്മുമാണ്. അസൻ്റെ ഇസ്മിനിക്ക് റഫ് ആണ് ഇറാബ്. അസ റഫ് ചെയ്യുമെന്ന് പഠിച്ചു. അൻ യഫ്അല, അൻ യഫ്അല എന്നത് നസ്ബ്, മൗളിഉഹു അതിൻ്റെ സ്ഥാനം, നസ്ബുൻ നസ്ബാണ്. അത് നസ്ബിൻ്റെ സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. അത് ജുംല ആയതുകൊണ്ട് ഇറാബ് കാണൂല. ജുംലയിൽ നമ്മൾ എവിടെ ഇറാബ് കാണുക? ജുംലയിൽ ഇറാബ് കാണൂല. അത് നസ്ബിൻ്റെ സ്ഥാനത്താണ്. കാരണം അസ ഖബറിനിക്ക് നസ്ബ ചെയ്യുക. ഈ ഐ എഫ് അല എന്നുള്ളത് ഖബറാണ്. അപ്പോൾ ഐ എഫ് അല എന്നുള്ളത് ഇപ്പം നിങ്ങൾ ആ എഫ് അല എന്നുള്ള മുതാരിയായ ഫീലിക്ക് നസ്ബ് തന്നെയാണ്, പക്ഷെ അത് അന്ന് വന്നതുകൊണ്ട് നസ്ബ് കിട്ടിയതാണ്. അത് അസ കൊടുത്തതല്ല. ആ ജുംലയാണ് ഖബർ. ആ ജുംലക്ക് നസ്ബ് കിട്ടിയത് നമ്മൾ അതിൻ്റെ ഡയറക്റ്റായിട്ട് ജുംലയിൽ കാണൂല. അത് അതിൻ്റെ മഹല്ലിലാണ്. ഖബറു അസ, അസയുടെ ഖബറുമാണ്, അതിൻ്റെ മൗലിഇ നസ്ബുമാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഫൈസ് എവിടെ? ഫൈസൊക്കെ മനസ്സിലായില്ലേ? ജുമാന നോക്കാം. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, അസല്ലാഹു അൻ യഅ്തിയനി ബിഹിം ജമീഅൻ. അവിടെ നോക്ക് നിങ്ങൾ, അസല്ലാഹു അൻ യഅ്തിയ, നീ എന്നുള്ളത് മഫ്ഊലാണ്, ബിഹിം ജമീഅൻ. അപ്പോൾ അവിടെ അന്നു വന്നു ഖബറിൽ, യഅ്തിയ എന്നുള്ളത് നസ്ബ് കിട്ടി. അന്നു വന്നപ്പോൾ നസ്ബ് കിട്ടി. പക്ഷെ അതിൻ്റെ ഖബറിൻ്റെ നസ്ബ് അങ്ങനെയല്ല. ഖബറിൻ്റെ നസ്ബ് അതിൻ്റെ മൗലിഇലാണ്. ഫസ്ലുൻ, ചെറിയ ഒരു അധ്യായമാണ്. വകാദ, കാദ എന്നുള്ളത് ഐളൻ, കാദയും. മേലെ ഇപ്പോൾ അസനെ കുറിച്ചാണ് പറഞ്ഞത്. കാദ ഐളൻ, കാദയും തർഫഉൽ ഇസ്മ, ഇസ്മിനിക്ക് റഫ് ചെയ്യും. വതൻസിബുൽ ഖബറ, ഖബറിനിക്ക് നസ്ബ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഏതുപോലെ? മിസല അസ, അസ പോലെ. ഇല്ല പക്ഷേ, അന്ന ഖബറഹു, കാദയുടെ ഖബർ, ലാ യകൂനു അതാവുന്നതല്ല, ബി അൻ, അന്നിനോടൊപ്പമാവൂല. മറ്റേത് അന്നിനോടൊപ്പമേ ആകൂ, ഇത് അന്നിനോടൊപ്പം ആവൂല. കൂടുതലും നിട്ടാ, കൂടുതലും അന്നിനോട് കൂടെയേ ആവുള്ളൂ എന്ന് വെക്കണം. കാരണം പദ്യത്തിൽ ഒക്കെ അന്നില്ലാതെയും അല്ലെങ്കിൽ ഇവിടെ അന്നോട് കൂടെയൊക്കെ വരും പദ്യത്തിലാവുമ്പോൾ. കവിതയിൽ അങ്ങനെ ചില കേസുകൾ, എക്സെപ്ഷൻ കേസുകളുണ്ട്. കവിതയിൽ അങ്ങനെ വരും. അപ്പോൾ നോക്കൂ നിങ്ങൾ, വകാദ ഐളൻ, കാദയും തർഫഉൽ ഇസ്മ, ഇസ്മിനിക്ക് റഫ് ചെയ്യും. വതൻസിബുൽ ഖബറ, ഖബറിനിക്ക് നസ്ബ് ചെയ്യും. മിസ്ല അസ, അസ എന്നതുപോലെ. ഇല്ല പക്ഷേ, അന്ന ഖബറു, കാദയുടെ ഖബർ, ലാ യകൂനു അതാവുന്നതല്ല, ബി അൻ, അൻ എന്നതുകൊണ്ടാവൂല, അന്നിനോട് കൂടെയാവൂല. തഖൂലു നീ പറയും,
കാദ സൈദുൻ യഫ്അലു കദാ എന്ന് പറയും. അവിടെ അന്നില്ലല്ലോ, യഫ്അലു കദാ. ഫസൈദുൻ, സെയ്ദ് എന്നത് റഫ്ഉൻ, റഫ്ഉ വെക്കപ്പെട്ടതാണ്. ഇസ്മു കാദ, കാദയുടെ ഇസ്മുമാണ്. വയഫ്അലു എന്നത് മൗദിഉഹു നസ്ബുൻ, അതിൻ്റെ സ്ഥാനം നസ്ബാണ്. മൗദിഉ നസ്ബാണ്. ഖബറു കാദ, കാദയുടെ ഖബറുമാണ്. വത്തഖ്ദീറു, സങ്കൽപ്പന കാദ സൈദുൻ ഫാഇലൻ. കണ്ടോ, അങ്ങനെ വരിക. സങ്കല്പനയിൽ നസ്ബ് കാണാൻ പറ്റും. അത് മുഫ്രദായിട്ട് സങ്കല്പിക്കുകയാണ് പദം. ഫായിൽ എന്നുള്ളത് മുഫ്രദാണല്ലോ, മുഫ്രദായ ഒരു ഇസ്മാണ്. കാദ സൈദുൻ ഫാഇലൻ. അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു കാദു യകൂനൂന. കാദയുടെ ഇസ്മു ലമീർ ആട്ടോ. കാദ കാദു, കാദന്റെ ഇസ്മു ലമീർ. യകൂനൂന അതാണ് അതിന്റെ ഖബർ. യകൂനു, യകൂനാനി, കാദ എന്നുള്ളതില് ലമീർ, ഹും എന്ന് പറയുന്ന ലമീറാണ് അതിന്റെ ഫായിൽ വരിക, ഇസ്മു വരിക. ഖബർ ഏത്? യകൂനൂന എന്നുള്ളത്. അന്നില്ലല്ലോ. കാദു യകൂനൂന അലൈഹി ലിബദ എന്ന് പറഞ്ഞത് അസയും കാദയുമാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഫസ്ലുൻ, ചെറിയൊരു ഫസ്ലാണ്. വയജൂസു ലിശ്ശാഇരി, കവിക്ക് അനുവദനീയമാണ്, കവിത എഴുതുന്ന വ്യക്തിക്ക് അനുവദനീയമാണ്. ഇദൽ തുറ, അവൻ പ്രയാസപ്പെടുന്ന സമയത്ത്, അവൻ നിർബന്ധിക്കപ്പെടുന്ന സമയത്ത് കവിക്ക് അനുവദനീയമാണ്. എന്തനുവദനീയമാണ്? അയ്യഹദിഫ, കളയൽ. അവൻ കളയാൻ അനുവദനീയമാണ്. എന്തിനെ? അൻ എന്നുള്ളതിനെ കളയൽ അനുവദനീയമാണ്. എവിടെ നിന്ന്? മിൻ ഖബരി അസ, അസയുടെ ഖബറിൽ നിന്ന് അന്നിനെ കളയൽ അനുവദനീയമാണ്. അതുപോലെ അയ്യുദ്ഖിലഹ, ആ അന്നിനെ പ്രവേശിപ്പിക്കലും അനുവദനീയമാണ്, അന്ന് കൊടുക്കലും അനുവദനീയമാണ്. ഫി ഖബരി കാദ, കാദയുടെ ഖബറിൽ. അപ്പോൾ പ്രയാസപ്പെടുന്ന, നിർബന്ധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ, പാട്ട് രീതി ഒക്കാത്ത കേസോ അല്ലെങ്കിൽ അതിൻ്റെ ശൈലി ക്ലിയർ ആവാത്ത പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത്, നിർബന്ധിതമായ സാഹചര്യത്തിൽ അസയുടെ ഖബറിൽ നിന്ന് അന്നിനെ കളയലും കാദയുടെ ഖബറിൽ അന്നിനെ പ്രവേശിപ്പിക്കലും കൊടുക്കലും അനുവദനീയമാണ്. ക്ലിയർ അല്ലേ? 2, 3, 4. ഓക്കെ. വഖാല ശാഇറു, കവി പറയുന്നു, അസല്ലാഹു യുഗ്നി അൻ ബിലാദി ബിനി ഖാദിമിൻ ബിമുൻഹാമിരിൻ ജൗനർ റബാബി സകൂബു. അവിടെ നോക്കൂ നിങ്ങൾ, അസല്ലാഹു യുഗ്നി, അവിടെ നമ്മൾ പോയിന്റ്. യുഗ്നി എന്നുള്ളടത്ത് അൻ കളഞ്ഞു. അയ്യുഗ്നിയ എന്നാ ശരിക്കും പറയേണ്ടത്. പക്ഷെ അത് പദ്യത്തിൻ്റെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ ഇതിനെ കളഞ്ഞു. ഇതൊരു കവി പാടിയാണ്. അദ്ദേഹത്തിന് ഭയങ്കര ക്ഷാമം പിടിപെട്ടു. വെള്ളമൊന്നും ലഭിക്കാതെ പ്രയാസം അനുഭവിക്കപ്പെടുന്ന സമയത്ത് അദ്ദേഹം പാടിയതാണ്. ബിലാദുബ്നു ഖാദിം എന്ന ഒരു വ്യക്തിയുടെ വെള്ളമാണ് എല്ലാവരും അപ്പോൾ ഉപയോഗിക്കുന്നത്. ബിലാദുബ്നു ഖാദിം എന്ന വ്യക്തിയുടെ വെള്ളം. ഇദ്ദേഹം പാടുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ബിലാദുബ്നു ഖാദിം എന്ന വ്യക്തിയുടെ വെള്ളത്തെ നമുക്ക് ആവശ്യമില്ലാതാക്കി തന്നേക്കാം. ആ വെള്ളം നമുക്ക് ഉപയോഗിക്കാതെ, അതിൻ്റെ ആവശ്യമൊന്നും നമുക്ക്
ഇല്ലാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേക്കാം. എങ്ങനെ? ബിമുൻഹമിരിൻ, കോരിച്ചൊരിയുന്ന മഴ കൊണ്ട്. കോരിച്ചൊരിയുന്ന മഴ കൊണ്ട്. ജൗനർ റബാബി, കറുത്ത മേഘങ്ങളിൽ നിന്നും. സകൂബു, നന്നായിട്ട് പെയ്യുന്നത്. നന്നായിട്ട് പെയ്യുന്നത്. അവിടെ കോരിച്ചൊരിയുന്ന മഴ കൊണ്ട് അല്ലാഹു നമുക്ക് അദ്ദേഹത്തിൻ്റെ വെള്ളത്തിനെ ഉപയോഗിക്കുന്നതിനെ ആശ്രയിക്കുന്നതിനെ തൊട്ട് ഐശ്വര്യമാക്കിയേക്കാം. അസല്ലാഹു, അല്ലാഹു ആയേക്കാം. യുഗ്നി, ഐശ്വര്യമാക്കുന്നവനായേക്കാം. അൻ ബിലാദിബിന് കാദിമിൻ, ബിലാദിബിന് കാദിമിനെ തൊട്ട്, എന്നാൽ അദ്ദേഹത്തിൻ്റെ വെള്ളത്തെ തൊട്ട്. എന്തുകൊണ്ട്? ബി മുൻഹമിരിൻ, കോരിച്ചൊരിയുന്ന മഴ കൊണ്ട്. ജൗനർ റബാബി, റബാബ് എന്ന് പറഞ്ഞ മേഘം, ജൗന് എന്ന് പറഞ്ഞ കറുത്തത്. കറുത്ത മേഘത്തിൽ കോരിച്ചൊരിയുന്ന മഴ കൊണ്ട്. കറുത്ത മേഘത്തിൽ നിന്നും ശക്തമായ കാർമേഘം തന്ന് ആ മേഘത്തിൽ നിന്നും കോരിച്ചൊരിയുന്ന സകൂബു. സകൂബു, സകൂബുൻ ഉണ്ടാവും. സകൂബുൻ, ആ വെള്ളം എന്തുമാണ്? നല്ല ഒലിക്കുന്നതുമാണ്, നല്ല ഒഴുകുന്നതുമാണ്. നമുക്കത് ശേഖരിച്ചു വെക്കുകയും ചെയ്യാം എന്ന് ഇദ്ദേഹം പാടുക. ഇവിടെ എന്ത് ചെയ്തു? പദ്യത്തിൻ്റെ ഒരു വിഷയം ഉണ്ടായതുകൊണ്ട്, ഇടങ്ങേറുണ്ടായതുകൊണ്ട് അവിടെ അൻ ചേർത്ത് പാടുമ്പോൾ അവിടെ രീതി ശരിയാവും. അസല്ലാഹു അയ്യുഗനിയ അൻ ബിലാദിബിന് ഖാദിമിൻ എന്ന് പറയുമ്പോൾ പദ്യത്തിൻ്റെ ഒരു ഒരു ഇൻറ്റോണേഷൻ അത് ശരിയാവും. ക്ലിയർ അല്ലേ? ഇനി വഖാല റുഅബത്തു, റുഅബത്ത് എന്ന കവി അദ്ദേഹത്തിൻ്റെ കാമുകിയുടെ വീടിനെ വർണ്ണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാമുകിയുടെ വീടിനെ വർണ്ണിക്കുകയാണ്. റസ്മുൻ അഫാ മിൻ ബഅദി മാ ഖാദിൻ മഹാ ഖദ് കാദ മിൻ തൂലിൽ ബിലാ അൻ യംസഹ. ഓക്കെ. റസ്മുൻ, വീട്ടിൻ്റെ അടയാളം. അഫാ, അത് മാഞ്ഞിരിക്കുന്നു, പോയിരിക്കുന്നു. മിൻ ബഅദി മാ ഖദിൻ മഹാ, അത് നശിച്ചു പോയതിന് ശേഷം, വീടൊക്കെ നശിച്ചു പോയതിന് ശേഷം വീടിൻ്റെ അടയാളവും മാഞ്ഞു പോയിരിക്കുന്നു. ഖദ് കാദ മിൻ തൂലിൽ ബില, ഖദ് കാദ, ആ വീടായേക്കാം. മിൻ തൂലിൽ ബില, ബില എന്ന് പറഞ്ഞാൽ നുരുമ്പിയത്. അപ്പം നുരുമ്പിയ, തൂല് എന്ന് പറഞ്ഞാൽ ദീർഘമായ, അപ്പം നുരുമ്പൽ ദീർഘിച്ചത് കാരണം ആ വീടായേക്കാം. അയ്യംസഹ, അത് നീങ്ങിപ്പോയതായേക്കാം. പതുക്കാതെ വീടായേക്കാം. മിൻ തൂലിൽ ബില, നുരുമ്പിയത് ദീർഘിച്ചത് കാരണം. അയ്യംസഹ, അത് മാഞ്ഞുപോയതായേക്കാം, നീങ്ങിപ്പോയതായേക്കാം. ഇവിടെ കണക്കെന്താ? കാത എന്നുള്ളതിൻ്റെ ഖബറിൽ അൻ വന്നു. ശരിക്കും അന്ന് വരാൻ പാടില്ല. അന്ന് പദ്യത്തിൻ്റെ ചെറിയൊരു പ്രയാസം ഉണ്ടായ സമയത്ത് അവിടെ അന്ന് വന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇവിടെ
അതിൻ്റെ പട്ടിക നോക്കി. അഫ്ആലുൽ മുഖാറബത്തി കാദ, അസ, അൽ അമൽ അതിൽ ജോലി, തർഫഉൽ ഇസ്മ വ തൻസിബുൽ ഖബറ ഇസ്മിനിക്ക് റഫ്ഉം ഖബറിനിക്ക് നസ്ബും ചെയ്യും. അതുപോലെ വ തർഫഉ ഇസ്മ വ തൻസിബ് രണ്ടിൻ്റെയും അമൽ ഒന്ന് തന്നെയാണ്. പ്രത്യേകത ഖസായിസ്, അതിൻ്റെ പ്രത്യേകത ഖബറുഹാ യകൂനു മഅ അൻ, അതിൻ്റെ ഖബർ അന്നിനോട് കൂടെയാകും. എവിടെ? കാതൻ്റെ. അല്ല, കാതൻ്റെ അങ്ങനെയല്ലല്ലോ, മാറിപ്പോയി കേട്ടോ. ഖബറുഹ അന്നില്ലാതെയാവുന്നതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയതാണ്, ഈ സംഗതി മാറിയതാണ്. ഇതങ്ങോട്ട് മേലക്ക്, ഈ അസ എന്നുള്ളത് മേലക്ക്, കാത എന്നുള്ള അടിയിക്കും. അപ്പോൾ ശരിയല്ലോ. ഉദാഹരണം നോക്കുമ്പോൾ ഇവിടെ അസ എന്നാണ്. ഇതിങ്ങനെ ഇതിൻ്റെ ഇങ്ങനെ മേലെ കൂടെ പോകണം, ഇതിങ്ങനെ താഴത്ത് പോകും. ഇവിടെ കാത, കാതു എന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ട് മാറ്റണേ. കാതയുടെ ഖബറിൽ അന്നു വരില്ല, അസയുടെ ഖബറിൽ എന്ത് ചെയ്യും? അന്നു വരും. ഉദാഹരണം അസല്ലാഹു അൻ യഅ്തിയനി ബിഹിം കാദു യകൂനൂന അലൈഹി ലിബദ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതങ്ങോട്ട് മാറിയതാണേ. ഇതിങ്ങനെ പോവുക, ഇതിങ്ങനെ. അപ്പോൾ നോക്കാം, കാതയും അസയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാതയുടെ ഖബറിൽ അന്നു വരൂല, അസയുടെ ഖബറിൽ അന്നു വരും. അതാണ് വ്യത്യാസം. ഇനി ഇതില് അവിടെ ഒന്ന് ആഞ്ഞടിച്ചു വെച്ചാൽ ഒന്ന് പോയി. നഖ്റഉൽ ഫിക്റത വ നക്തശിഫു അസ വ കാദ വ അമലഹുമാ ഫീഹ. താഴെ കൊടുത്ത പാസേജ് വായിക്കാം. അസയും കാദയും അതിൻ്റെ അമലുകൾ വായിക്കുക. കാദൽ ലൈലു യുദ്ലിമു കാദൽ ഇന്തിലാറു യതൂലു കസീറൻ ഫലം യക്കദി സദീഖു യഖ്റുജു ഇലാ സദീഖിഹി അസത്തി സദാഖത്തു ബൈനഹുമാ അൻ തസൂല ഔ അസൽ ഫിറാഖു അൻ യഖുറുബ. എളുപ്പമാണല്ലോ അല്ലേ? കാതയും കാണുന്നുണ്ടല്ലോ അതിൽ. അതെ, കാത ഇവിടെ ഇത് കാതല്ലയിൽ യൂതിനും. കാതൻ്റെ ഇസ്മേത, ഇതിൽ കാതൻ്റെ ഇസ്മേത ലൈല് റഫാണ്. യുദ്ലിമു അതിൻ്റെ ഖബർ. കാതൽ ഇന്തിലാറു യത്തൂലു അല്ലേ? അതും ഇന്തിലാറു ഇസ്മ. എളുപ്പമാണത്. ഇവിടെ അതിൻ്റെ മുസ്തഖ്ബിലാട്ടോ. കാത യക്കാദു എന്നാണ് അതിൻ്റെ എന്ത് വരിക? മുദാരി വരിക, മുസ്തഖ്ബിൽ വരിക. പക്ഷെ അവിടെ ലമ്മ ഒന്നുകൊണ്ട് ഫലം യക്കദ്. യക്കദ് ഇതും കാതൻ്റെ തന്നെ. സ്വദീഖു അതിൻ്റെ ഇസ്മ, യഖ്റുജു ഖബർ. അസത്ത് അസ അസയ അസൗ, അസത്ത് അസത്ത, ഇത് അസത്ത് എന്നുണ്ടാകുക പെണ്ണായതുകൊണ്ട്. സദാഖത്തു എന്നുള്ളത് ഒരു മുഅന്നസിൻ്റെ പദമാണ്, മുഅന്നസായ പദമാണ്. അപ്പോൾ അത് അസത്ത്. കെസർ കൊടുത്തത് പിന്നെ അത് വായിക്കുമ്പോൾ രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരുമ്പോൾ അന്ന് രക്ഷപ്പെടാൻ കെസർ കൊടുത്താണ്. ഇവിടെയും ഇവിടെയൊക്കെ യക്കദി എന്നുള്ളടത്തും അസത്തിനുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അന്തസൂല അല്ലേ വന്നു. അസൽ ഫിറാഖു അൻ യഖ്റുബ. എളുപ്പമാണ്. പിന്നെ
നുക്കമ്മിലുൽ ഫിക്റ ബിഖ്തിയാരി അസ ഔ കാദ ഔ ഖബറഹുമ അൽ മുനാസിബ്. കാദയെയും അസയെയും വെച്ചുകൊണ്ട് ഈ വിട്ടുപോയ പാസേജ് പൂർത്തീകരിക്കുക. അതുപോലെ ഖബർ, യോജിച്ച ഖബറിനെയും എടുത്തു വെക്കുക. കാലത്തിൽ ഇബിനത്തു, മകള് പറഞ്ഞു, കാദൽ വാലിദു ഡാഷ് ഇലൈന വ ഡാഷ് അൽ അഹ്സാനു തൻഫരിജു അന്ന അസാ തായിറത്തുഹു ഇലൽ മത്താർ ഡാഷ് മലാമിഹു വജ്ഹിഹി അൻ തുസല്ലിയന. പറയാം. കാദൽ വാലിദു ഡാഷ് ഇലൈന, യസിലു. അതിന് അന്നു വേണ്ടല്ലോ അല്ലേ, കാദക്ക് അന്നു വരില്ലല്ലോ, ഇത് യസിലു. യെസ്. വ ഡാഷ് അൽ അഹ്സാനു തൻഫരിജു അന്ന, അഹ്സാനു തൻഫരിജു. ആ ഖബർ നോക്കിയിട്ട് പറയും. കാദത്ത്. യെസ്. ഇത് ജം ആയതുകൊണ്ട് കാദത്ത് എന്ന് പറഞ്ഞതാട്ടോ. ദുഃഖം, ദുഃഖം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബഹുവചനാണ് അഹ്സാൻ, ദുഃഖങ്ങൾ. അപ്പോൾ അതിന് കാദത്ത് വന്നു. ഓക്കെ, യെസ്. അസാ തായിറത്തുഹു ഇലൽ മത്താർ. ഇവിടെ ഡാഷ് ഇട്ടത് വ്യത്യാസം വന്നു അല്ലേ. അസ ശരിക്കും ഇവിടെ അസാന്ന് ശേഷം അസാ ത്വാഇറത്തുഹു, ഇവിടെ ഡാഷ് വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. ഇതിൻ്റെ അൻതസില എന്ന് കൊടുക്കുമ്പോൾ ഖബറല്ലേ വേണ്ടേ, ഖബറല്ലേ, അപ്പം അതിന് ഇസ്മു വരണ്ടേ. അങ്ങനെ കുഴപ്പം ശരിയാക്കാം. അസ എന്നുള്ളതിൽ വാപ്പ ദമീർ, വാപ്പ ഇസ്മു, അത് വാലിദിലേക്ക് പോകണം ദമീർ ഇസ്മു. അൻതസില തായിറത്തുഹു എന്നുള്ളത് അൻതസില അതിൻ്റെ ഖബർ, അങ്ങനെയും പറ്റും, കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ കാലത്തിൽ ബിനത്തു, മകള് പറഞ്ഞു, കാദൽ വാലിദു യസിലു ഇലൈന, വാപ്പ നമ്മളിലേക്ക് വന്നേക്കാം. പിന്നെയോ കാദത്തിൽ അഹ്സാനു തംഫരിജു അന്ന, ദുഃഖങ്ങളൊക്കെ നമ്മിൽ നിന്നും എന്താണ് ഇല്ലാതെയായി പോയേക്കാം. പിന്നെ അസ അദ്ദേഹമായേക്കാം, അൻ തസില ത്വായിറത്തു അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ആയേക്കാം, എത്തിയേക്കാം, ഇലൽ മത്താർ എയർപോർട്ടിലേക്ക് എത്തിയേക്കാം. അപ്പോൾ അസ എന്നുള്ളതിൽ ലമീർ ഇസ്മ, അൻ തസില ഖബർ. അൻ തസില എന്ന് പറയാൻ കാരണം ത്വാഇറത്തു എന്നല്ലേ, ത്വാഇറത്ത് മുഅന്നസാണ്, അതുകൊണ്ടാണ് തസില എന്നാക്കിയത്. പിന്നെ ഡാഷ് ലാസ്റ്റ് ഡാഷ് മലാമിഹു വജ്ഹിഹി അൻ തുസല്ലിയന. അസത്ത് മലാമിഹു വജ്ഹി, അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ തിളക്കം, അൻ തുസല്ലിയന നമുക്ക് ആശ്വാസം നൽകിയേക്കാം. മുഖപ്രസന്നത, അദ്ദേഹത്തിൻ്റെ മുഖപ്രസന്നത നമുക്ക് ആശ്വാസം നൽകിയേക്കാം. യെസ്, ക്ലിയർ. ഇനി തെറ്റ് തിരുത്താനാണ്. കാദൽ ഉലമാഉ അൻ യബ്തകിറൽ മുഫീദ ലിൽ ബശരിയത്തി കാദത്തിൽ ബശരിയത്തു അൻ യതതവറ യൗമൻ ഫയൗമൻ അസൽ അർദു ബി അജ്മഇഹ യകൂനു ഫിൽ മുസ്തഖ്ബിലിൽ ഖരീബ് ബിമസാബത്തി ഖറിയത്തിൻ സഗീറ. പറയാം. കാദൽ അല്ലല്ല, ഇതാണ് തിരുത്തേണ്ടത്. ഇത് അടിവരട്ടാതെ തിരുത്തേണ്ടത്. കുറച്ച് ശരിയായി, കുറച്ചും കൂടി ഒന്നുകൂടി ശരിയാവണം. കാദൽ ഉലമാഉ, ഒരാളല്ല ഇവിടെ, കാദൽ ഉലമാഉ കുറേ അല്ലേ. കാദൽ ഉലമാഉ
പറയുള്ളൂ. എന്താണ് യബുത്തക്കിറു, യബുത്തക്കിറാനി, യബുത്തക്കിറൂന. അപ്പോൾ യബുത്തക്കിറൂന എന്ന് വേണം ഇവിടെ കേട്ടോ. മനസ്സിലായില്ലേ? ഇതിൻ്റെ ഖബറാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? യബുത്തക്കിറൂനൽ മുഫീദലിൽ ബശരിയത്ത്. അപ്പോൾ കാദത്തിൽ ബശരിയത്തു അൻ യതതവ്വറ. അവിടെ എന്താ തെറ്റ്? ഏത്? യതതവ്വറു. ഒന്നുകൂടി. തത്തവ്വറു. ഇത് ബശരിയത്ത് എന്നാണല്ലോ, മുഅന്നസാണല്ലോ. അപ്പോൾ തത്തവ്വറു എന്നാണ്. മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? ഇനി യൗമൻ ഫയൗം. അസൽ അർദു ബി അജ്മഇഹ യകൂനു എന്നാണ്. ഇതെന്താ? അയ്യകൂന ഫിൽ മുസ്തഖ്. യെസ്, അന്നു ആണല്ലോ. അസന്റെ ഖബറിൽ കൂടുതലും അന്നു വരും എന്ന് പറഞ്ഞു. ഫിൽ മുസ്തഖ്ബിലിൽ ഖരീബി മസാബത്തി ഖറിയത്തിൻ സഗീറ. യെസ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഇത് പിന്നെ സെൻറ്റൻസുകൾ ഉണ്ടാക്കാനാണ്. ഓക്കെ അല്ലേ? പ്രശ്നമല്ല.